എല്ലാവർക്കും നമസ്കാരം. കേരളത്തിൽ അടുത്തൊരു തെരഞ്ഞെടുപ്പിന്റെ കാലം എത്തുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. അടുത്ത വർഷം ആദ്യം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ടാകും. ഈ രണ്ട് തെരഞ്ഞെടുപ്പിലും കേരളം ആര് ഭരിക്കും എന്നതൊരു പ്രധാനപ്പെട്ട ചർച്ചയാണെങ്കിലും ഏറ്റവും പ്രധാനമായും നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടുന്നത് BJPയുടെ ഒരു വരവിനെക്കുറിച്ച്, അല്ലെങ്കിൽ BJPക്ക് എത്ര കണ്ട് മൈലേജ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്നൊരു ചർച്ച നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം, BJPക്ക് ലഭിക്കുന്ന വോട്ടിൻ്റെ ശതമാനം കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട്. 20% അത് എത്തിക്കാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന പ്രസിഡന്റ് ആയതിനു ശേഷമുള്ള ആദ്യ പൊതു തെരഞ്ഞെടുപ്പാണ്. ഈ ഒരു ഘട്ടത്തിൽ ഏത് തരത്തിലുള്ള സ്ട്രാറ്റജികളാണ് BJP ഉപയോഗിക്കുക എന്നതൊക്കെ ചർച്ചയിൽ നിൽക്കുമ്പോഴും എങ്ങനെയാണ് BJPക്ക് ഒരു സ്വീകാര്യത ലഭിക്കുക എന്നുള്ളത്, BJPയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്ന ഒരു കാര്യം, അത് RSSന്റെ രാഷ്ട്രീയ പാർട്ടിയാണ്. ഹിന്ദുത്വ അജണ്ടകൾ കൃത്യമായി നടപ്പിലാക്കുന്ന ഒന്നാണ്. അത് പൂർണ്ണമായും അർത്ഥത്തിൽ അതിനെ അങ്ങനെ തന്നെ കൊണ്ടുപോവുകയും ഹിന്ദുത്വ പൊളിറ്റിക്കൽ സ്റ്റാൻഡുകൾ അവർക്കുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് BJPക്ക് ഒരു സ്വീകാര്യത ലഭിക്കുന്നു എന്നതിന് പ്രധാനമായും പല കാരണങ്ങളുണ്ട്. അതിലൊന്ന്, ഇടതുപക്ഷം അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ കാണിക്കുന്ന അതിഭീകരമായ ന്യൂനപക്ഷ പ്രീണനമാണ്. കണ്ണുമടച്ച് ന്യൂനപക്ഷ എന്ന രീതിയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടിരിക്കുന്ന, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ കാണിക്കുന്നു എന്തിനേയും ഏതിനേയും കണ്ണടച്ച് പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ അവിടെ അസ്വസ്ഥതകൾ ഉണ്ടാകും. അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന വലിയൊരു വോട്ട് ബാങ്ക് അത് BJPക്ക് അനുകൂലമാകുന്ന ഒരു സാഹചര്യമാണ്. നമുക്കറിയാം, ഛത്തീസ്ഗഡിലടക്കം കന്യാസ്ത്രീ വിഷയത്തിൽ BJP നിലപാടെടുക്കുകയും കന്യാസ്ത്രീകൾ രാജീവ് ചന്ദ്രശേഖരനെ പോയി കാണുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ക്രിസ്ത്യാനികൾക്കൊപ്പം BJP എന്നൊരു രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. മറ്റൊന്നാണ്, അതിൽ ഏറ്റവും പ്രധാനമായ മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത്, രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ BJP മുന്നോട്ട് വയ്ക്കുന്ന അജണ്ടകൾ അവർ തുറന്ന് അത് ഹിന്ദുത്വയെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെയുള്ള മതപരമായ കാര്യങ്ങളെ മുന്നോട്ട് വെക്കുന്നതിന് പകരം ഇതിനെക്കുറിച്ചൊക്കെ നിശബ്ദമാവുകയും പകരം വികസനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ കൊണ്ടുവരുന്നു. പകരം കുറച്ചുകൂടി ഭേദപ്പെട്ട രീതിയിലുള്ള ദേശീയത അല്ലെങ്കിൽ നേഷൻ ഫസ്റ്റ് എന്നൊരു പോളിസിയിലേക്ക് BJP എത്തുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പല പല കാരണങ്ങൾ കൊണ്ട് BJP അവരുടെ യഥാർത്ഥ മുഖത്തിൽ നിന്ന് മാറി അല്ലെങ്കിൽ മറ്റൊരു പിക്ചറാണ് സമൂഹത്തിന് കൊടുക്കുന്നത്. ഇതിലേറ്റവും നിർണായകം എൻ ബ്ലോക്കായി നിൽക്കുന്ന ഒരു ക്രൈസ്തവ വോട്ട് ഭൂരിപക്ഷം കൂടി BJPക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് സ്വതന്ത്ര ചിന്തകനായ ആരിഫ് ഹുസൈൻ തെരുവത്ത് നമ്മോട് പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. കേരളത്തില് BJPയുടെ മുന്നോട്ടുള്ള പോക്ക് സത്യത്തിൽ ഇവിടുത്തെ ക്രിസ്ത്യൻ ജനവിഭാഗത്തിന്റെ കൈപിടിച്ചുകൊണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ BJPയുടെ മേലെ നമ്മൾ ഇന്ന് ആരോപിക്കുന്ന പല പ്രശ്നങ്ങളും അടുത്തൊരു 5-10 വർഷത്തിനുള്ളിൽ അത് അപ്രത്യക്ഷമാവും. അതാണ് ഉണ്ടാവാൻ പോകുന്നത്. അങ്ങനെ ആയി കഴിയുമ്പോൾ BJPയിൽ നിന്നും മുസ്ലിങ്ങളെ അകറ്റി നിർത്താൻ ഒരു വഴി ഇവിടെ ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിങ്ങൾക്കും മറ്റേത് പാർട്ടിയിലും നിന്ന് പോകാൻ പറ്റുന്ന പോലെ, ചേരാൻ പറ്റുന്ന പോലെ, ഒഴിയാൻ പറ്റുന്ന പോലെ ആ രീതിയിൽ എൻട്രിയും എക്സിറ്റും ഉള്ള ഒരു സ്വാഭാവിക പാർട്ടിയായിട്ട് കേരളത്തിൽ BJP മാറും. അങ്ങനെ മാറിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ മുസ്ലിങ്ങളെ വെച്ചുകൊണ്ട് നടത്തുന്ന ഈ വിലപേശൽ, ഈ അപ്പീസ്മെന്റ് പൊളിറ്റിക്സ് വല്ലാതെ ചെലവാവില്ല എന്നുള്ളൊരവസ്ഥ വരികയും ചെയ്യും. അതാണ് ഉണ്ടാവുക. അപ്പോൾ നാഷണൽ ഇൻട്രസ്റ്റ്, ഈ മതപ്രീണനത്തിന് മുകളിൽ നാഷണൽ ഇൻട്രസ്റ്റിന് വില കൽപ്പിക്കുന്ന ഒരു നിലപാട് BJP ഉയർത്തി വെച്ചാൽ അതിനോട് യോജിക്കാൻ സാധിക്കുന്ന മുസ്ലിങ്ങൾക്ക് തീർച്ചയായിട്ടും യോജിക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയായിട്ട് BJP മാറും ഭാവിയിൽ. അങ്ങനെ വരുമ്പോൾ അത് വരും. അവര് നിന്നാ ജയിക്കുന്ന അവസ്ഥ ഉണ്ടാവും, MLA ഉണ്ടാവും, ഇവിടെ ഭരണം പിടിക്കുന്ന അവസ്ഥ ഉണ്ടാവും. പിന്നെ ഓൾറെഡി ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് ആ രീതിയിൽ മുന്നോട്ട് പോകുന്നതുകൊണ്ട് അതിന്റെ മുന്നോട്ടുള്ള പോക്ക് വളരെ വലുതായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ 50% ഒന്നും ആവേണ്ട കാര്യമില്ല, ഒരു 30% അടുത്തായാൽ മതി. അപ്പൊ തന്നെ ഇതിൽ വലിയ മാറ്റം വരും. ഇപ്പൊ തന്നെ അത് 20% മേലെ ആയിക്കഴിഞ്ഞു. ഇത് അതേ കാലം ഒന്നും കാത്തിക്കേണ്ട കാര്യമില്ല. അപ്പൊ നമുക്ക് വെയിറ്റ് ആൻഡ് സീ. ഇന്ന് ഞാനൊരു പരിപാടിയിൽ പോയിരുന്നു ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ. അവിടെയൊക്കെ നമ്മൾ കാണുന്ന ഒരു എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിലുള്ളതാണ്. അവരവിടെ സംസാരിക്കുന്നത് വിഭാഗീയതയോ അല്ലെങ്കിൽ ഇതൊന്നുമല്ല, എങ്ങനെ ബിൽഡ് ചെയ്യാം, എന്തും ബിൽഡ് ചെയ്യുന്നതിനെ കുറിച്ച്, തകർക്കുന്നതിനെ കുറിച്ച് അവിടെ ഒരു വർത്താനമില്ല. അവിടെ ബിൽഡ് ചെയ്യുന്നതിനെ കുറിച്ചും പാലം പണിയുന്നതിനെ കുറിച്ചും മാത്രമാണ് അവർ സംസാരിക്കുന്നത്. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതെന്ന് ഞാൻ പറയാം. BJP എന്ത് വേണേലും ആയിക്കോട്ടെ, പക്ഷെ സംസാരിക്കേണ്ടത് വെറുപ്പും ഈ തകർക്കലും അല്ലാതെ ആവുമ്പോൾ അത് തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. അതാണ് നമ്മൾ കാണേണ്ടത്. ഇപ്പൊ നമ്മളും ഈ കമ്മ്യൂണിസ്റ്റ് ഇതിന്റെ കൂടെ നടക്കുകയും SFIയിലൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തതാണല്ലോ. അപ്പൊ നമുക്കറിയാം അവിടെ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഈ ഒരു സാധനത്തിൽ വിള്ളലുകൾ എങ്ങനെ ഉപയോഗപ്പെടുത്താം. ഇതാണ് നമ്മൾ അവിടെയൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. വിള്ളലുകൾ തപ്പി നടക്കുക, അത് ഉപയോഗപ്പെടുത്തുക, അല്ലെങ്കിൽ പുതിയ വിള്ളലുകൾ ഉണ്ടാക്കുക. ഇതാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ മതിൽ പണിയുന്നതിനെ കുറിച്ച്. പക്ഷെ ഇതല്ല. അപ്പൊ അതൊരു പുതിയ മാതൃക തന്നെയാണ്. അത് അവരവരെ വഴിക്ക് ചെയ്യട്ടെ. ഇപ്പൊ നമ്മളേതായാലും അതിനോട് പ്രവർത്തിക്കാനൊന്നും പോകുന്നില്ല. നമ്മളേതായിട്ടുള്ള രീതിയിൽ ഈ മൂന്നാം കണ്ണായിട്ട് നമ്മൾ മാറി നിൽക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ഒരു
അജണ്ട അതങ്ങനെ തന്നെ ഉണ്ടാവും. തെറ്റും ശരിയും അവിടെ ഇവിടെ ഉണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും നമുക്ക് തിരുത്തി കാണിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവുക എന്നുള്ളതാണ്. അതിനും ഇവിടെ വലിയ റോളുണ്ട്. അപ്പോ അത് ആ പണി നമ്മൾ എടുത്താൽ മതി. ബാക്കിയുള്ള ആളുകൾ അവർക്ക് പറ്റുന്ന പണി എടുക്കട്ടെ. എല്ലാവരും അവരുടേതായിട്ടുള്ള റോള് വളരെ ഭംഗിയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നാട് രക്ഷപ്പെടും. അതിപ്പോ രാജ്യം രക്ഷപ്പെടും എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നമായിരിക്കും. പഞ്ചായത്ത് രക്ഷപ്പെടും, വാർഡ് രക്ഷപ്പെടും, നിങ്ങളുടെ വീട് രക്ഷപ്പെടും. അതെങ്കിലും രക്ഷപ്പെട്ടാൽ മതിയല്ലോ. അതാണ് നമുക്ക് വേണ്ടത്.